ഇടുക്കി കുമിളിയിൽ ഇസ്രായേൽ സഞ്ചാരികളെ അപമാനിച്ച സംഭവത്തിൽ കട താൽക്കാലികമായി അടച്ചിടാൻ പോലീസ് നിർദ്ദേശം. ഫയാസ് അഹമ്മദ് റാത്തറും സുഹൃത്തുമാണ് സഞ്ചാരികളെ അപമാനിച്ചത്. ഇസ്രായേൽ സഞ്ചാരികൾ ഹീബ്രു ഭാഷ സംസാരിച്ചതാണ് കശ്മീരികളെ പ്രകോപിപ്പിച്ചത്. അതേസമയം കശ്മീരി വ്യാപാരികൾക്ക് കെട്ടിടം വാടകയ്ക്ക് നൽകില്ലെന്ന നിലപാടിൽ ഉറച്ച കെട്ടിട ഉടമ. സംഭവത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി കാസയും ന്യൂനപക്ഷ മോർച്ചയും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കുമിളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തും. തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന നൽകിയിട്ടുമുണ്ട്. കാസ സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ദിവസം പിന്നിട്ട് കഴിഞ്ഞിട്ടാണ് പോലീസിന്റെ ഒരു നടപടി പോലും ഉണ്ടായിരിക്കുന്നത്. അതും പ്രതിഷേധമൊക്കെ തന്നെ ഭയന്ന വാർത്തകളൊക്കെ വന്നതിന് ശേഷം. ഇതും കേരളത്തിലാണോ നടക്കുന്നത്? എന്തായാലും ഇസ്രായേലി വെറിയിൽ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇനിയും എത്ര കശ്മീരികൾ ഇടുക്കിയിൽ പല ഭാഗത്തും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. മല്ല എന്നുള്ളതാണ് പ്രധാനമായും. ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ വ്യാപാരികളോട് വ്യാപാര സ്ഥാപനം തുറക്കരുത് എന്നൊരു നിർദ്ദേശം, അത് ഔദ്യോഗികമായിട്ടല്ല അനൌദ്യോഗികമായാണ് അങ്ങനെ ഒരു നിർദ്ദേശം ഈ പറയുന്ന കശ്മീരി വ്യാപാരികൾക്ക് പോലീസ് നൽകിയിട്ടുള്ളത്. അതിനപ്പുറം ഈ തരത്തിൽ ഈ ഇസ്രായേലി സ്വദേശിനിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടിയും സ്വമേധയാ എടുക്കാമെന്നിരിക്കെ അതിലൊന്നും തന്നെ ഈ പോലീസിന്റെ ഉദ്യോഗസ്ഥർ അതിന് തുനിയാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ആ സ്ഥലത്തെത്തി പരിശോധന നടത്താൻ പോലീസ് തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യമാണ് കുമിളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. നിലവിൽ ഇത് ഒത്തുതീർ കാട്ടാനുള്ള ശ്രമം നടന്നതും പോലീസിന്റെ ഭാഗത്ത് നിന്നാണോ എന്നുള്ള സംശയമാണ് ഇത് ഉടലെടുക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുമ്പോൾ അത് സൂക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനപ്പുറം ഈ കാശ്മീരി സ്വദേശികളായിട്ടുള്ളവർക്കുള്ള പശ്ചാത്തലമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നിന്നെത്തിയ ഈ ഒരു ഇസ്രായേൽ ബന്ധിയുമായി സംസാരിച്ച് ഇവർക്കെതിരെ കേസെടുക്കാനുള്ള നടപടി ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗം നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തമ്മിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പോലീസിന്റെ വീഴ്ച ഗുരുതരമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടും ഈ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ സമർപ്പിച്ചതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പ്രധാനമായും കാസയും അതുപോലെ ന്യൂനപക്ഷ മോർച്ചയുമാണ് ഈ ഒരു പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ന് വൈകിട്ട് കുമളിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ മാർച്ചും യോഗവും ചേർന്ന് ഈ സർക്കാരിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും വീഴ്ച തുറന്നു കാട്ടാനാണ് പ്രധാനമായും ഈ പ്രതിഷേധത്തിൽ ശ്രമിക്കുന്നത്. അതേസമയം ഈ വ്യാപാരികളുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ നടത്തുകയും ഈ വ്യാപാരികളെ വിളിച്ചു വരുത്തി ഈ ഒരു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഇതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി. അതായത് ഈ വ്യാപാരികളുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ ഹയാസ് അഹമ്മദ് റാത്തർ എന്ന വ്യക്തിയാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത്. ഈ ഹയാസ് അഹമ്മദ് റാത്തറിനെ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വിലക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഈ വ്യാപാരികൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇസ്രായേലി സ്വദേശിയെ അപമാനിച്ച ഈ വ്യാപാരികൾക്ക് കുമളിയിൽ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനം തുറക്കാനോ കുമളിയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ എത്താനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു വിലക്ക് നിലവിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഈ വ്യാപാരികൾ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും ഇസ്രായേൽ സഞ്ചാരികളെ അപമാനിച്ച സംഭവത്തിൽ പ്രതിഷേധം കനക്കുക തന്നെയാണ് ചെയ്യുന്നത്. വൈകിട്ട് കാസയുടെ നേതൃത്വത്തിൽ അടക്കം പ്രതിഷേധം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കട താൽക്കാലികമായി അടച്ചിടാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് പോലീസ് ഇടപെടൽ പോലും ഉണ്ടായിരിക്കുന്നത്. ഹയാസ് അഹമ്മദ് റാത്തറും സുഹൃത്തുക്കളുമാണ് സഞ്ചാരികളെ അപമാനിച്ചത്. ഇസ്രായേൽ സഞ്ചാരികൾ ഹീബ്രു ഭാഷ സംസാരിച്ചതാണ് കശ്മീരികളെ പ്രകോപിപ്പിക്കാനുള്ള കാരണം. ഇനി ഇതുപോലുള്ള കശ്മീരികൾക്ക് കെട്ടിടം വാടകയ്ക്ക് നൽകില്ല എന്ന നിലപാടിലാണ് ഉടമയും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു ഇടപെടൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി തിരിച്ചടിയാകുമെന്നുള്ളൊരു ഭയവും ഒപ്പം പ്രതിഷേധമുണ്ടാകുമെന്നുള്ള ഭയത്തിൽ തന്നെയാണ് പോലീസ് അവസാന നിമിഷം ഇടപെട്ടിരിക്കുന്നത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.